മരണദേവനായ യമനോട് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് കൃഷ്ണൻ യമലോകത്തിന് മുന്നിൽ നിന്ന് തന്റെ ദിവ്യശംഖ് മുഴക്കാൻ തുടങ്ങി. കോപത്താൽ നിറഞ്ഞ കൃഷ്ണനെ കണ്ട് യമദേവൻ ഭയന്നു വിറച്ചു. പക്ഷേ ഈ നിമിഷത്തിലേക്ക് നയിച്ചത് എന്താണ്? ഇതെല്ലാം എവിടെ നിന്നാണ് ആരംഭിച്ചത്? ബലരാമനും കൃഷ്ണനും സന്ദീപിനി മഹർഷിയുടെ ഗുരുകുലത്തിൽ വിദ്യ അഭ്യസിച്ചിരുന്ന കാലം. ഗുരു ദക്ഷിണയായി സന്ദീപിനി മഹർഷി കുളിക്കുന്നതിനിടെ നദിയിൽ നഷ്ടപ്പെട്ട തന്റെ മകനെ തിരികെ കൊണ്ടുവരാൻ കൃഷ്ണനോട് ആവശ്യപ്പെട്ടു. കൃഷ്ണൻ തന്റെ ഗുരുവിന്റെ ആഗ്രഹം നിറവേറ്റുമെന്ന് വാഗ്ദാനം ചെയ്തു. കൃഷ്ണൻ ആദ്യം സമുദ്രദേവനെ സമീപിച്ചു. ഒരു ശംഖിനുള്ളിൽ വസിച്ചിരുന്ന പാഞ്ചജന്യൻ എന്ന അസുരൻ ഗുരുപുത്രനെ തട്ടിക്കൊണ്ടുപോയതായി സമുദ്രദേവൻ വെളിപ്പെടുത്തി. കൃഷ്ണൻ പാഞ്ചജന്യനെ യുദ്ധം ചെയ്തു കൊന്നു. ഗുരുപുത്രനെ എവിടെയും കണ്ടെത്താനായില്ല. അവൻ ഇതിനകം മരിച്ചിരുന്നു. തന്റെ വാഗ്ദാനം പാലിക്കാൻ ദൃഢനിശ്ചയം ചെയ്ത കൃഷ്ണൻ യമലോകത്തിലേക്ക് എത്തി തന്റെ ശംഖൂതി. കൃഷ്ണന്റെ കോപത്തിനു മുന്നിൽ മരണദേവൻ വിറച്ചു. ഗുരുപുത്രന്റെ ആത്മാവിനെ തിരികെ നൽകുകയല്ലാതെ യമദേവൻ മറ്റൊരു മാർഗവുമില്ലാതായി. അങ്ങനെ കൃഷ്ണൻ അസാധ്യമായതിനെ സാധ്യമാക്കി. തന്റെ വാഗ്ദാനം നിറവേറ്റാൻ കൃഷ്ണൻ മരണത്തെ തന്നെ പരാജയപ്പെടുത്തി. ഈ കഥ ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം 45-ാം അധ്യായത്തിൽ നിന്നാണ്. കൃഷ്ണൻ തന്റെ ഭക്തർക്കായി ഏതറ്റം വരെയും പോകുമെന്ന് ഈ കഥ കാണിക്കുന്നു.